Hey everyone, welcome to my channel The English Farm. Today I am back with a new lesson. Our topic today is the degrees of comparison. നമ്മുടെ എവരിഡേ ലൈഫിൽ പലപ്പോഴും കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ താരതമ്യപ്പെടുത്തിയും ഇപ്പോൾ വസ്തുക്കളെ തമ്മിൽ താരതമ്യപ്പെടുത്തി ആളുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ഥലങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടൊക്കെ പറയാറുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറച്ചും കൂടിയും ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി ഈ ടോപ്പിക്ക് വളരെ റെലവൻ്റാണ്, കാരണം മിക്കവാറും PSC എക്സാമുകൾക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി ഉടൻ തന്നെ വരാൻ പോകുന്ന UPSC എക്സാമിൻ്റെ ഒക്കെ സിലബസിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക, അതിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ ടോപ്പിക്കിൽ ഞാൻ 3 ടൈപ്പ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അത് വിത്ത് എക്സാമ്പിൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എക്സെപ്ഷണൽ കേസസ്, മിക്കവാറും നമുക്കറിയാം എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എക്സെപ്ഷണൽ കേസസിൽ നിന്നായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അതൊക്കെ പഠിച്ചെടുക്കുക. വീഡിയോ കംപ്ലീറ്റ് കാണുക. ഓക്കെ, നമുക്കിനി ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കുമ്പോൾ നമുക്കറിയാം പല വസ്തുക്കളെയും വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാറുണ്ടെന്നുള്ളത്. ഈ അഡ്ജക്റ്റീവ്സിന് തന്നെ പല ഫോംസിലും നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആവുന്നത്. അത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഇപ്പോൾ ഞാനൊരു സാധനം കാണിക്കാം. ഇത് ഒരു ബുക്കാണ് അല്ലേ. ദിസ് ഈസ് എ സ്മോൾ ബുക്ക്. ദിസ് ഈസ് എ സ്മോൾ ബുക്ക്. ഇനി നമുക്ക് വേറൊരു ബുക്കും കൂടി എടുക്കുമ്പോൾ രണ്ടാമതൊരു ബുക്ക്. ദിസ് ഈസ്, അപ്പോൾ 2 ബുക്കുകളായി. അപ്പോൾ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പറയാം? ദിസ് ഈസ് സ്മോളർ ദാൻ ദിസ് വൺ. അപ്പോൾ 2 ഒബ്ജക്ട്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ ദാൻ, അതാണ് രണ്ടാമത്തെ ഒരു കമ്പാരിസൺ. ഇനി മൂന്നാമതൊരു ബുക്കും കൂടി നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ 1, 2, 3. അപ്പോൾ 2-ലധികം അല്ലെങ്കിൽ 3-ഓ അതിലധികമോ വസ്തുക്കൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ദിസ് ഈസ്. അപ്പോൾ ഇതിൽ നമുക്ക് 3 എണ്ണം വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? ദിസ് ഈസ് ദ സ്മോളസ്റ്റ് ബുക്ക് എമംഗ് ദ 3. ദിസ് ഈസ് ദ സ്മോളസ്റ്റ് ബുക്ക്. അപ്പോൾ ഈ പറഞ്ഞതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ദിസ് ഈസ് എ സ്മോൾ ബുക്ക്. അപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ദിസ് ഈസ് പോസിറ്റീവ് ഡിഗ്രി. ഇതിന് നമ്മൾ പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഒരു വിശേഷണമാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയും. സാധാരണ ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ, ഒരാളെക്കുറിച്ച്, ഒരു സ്ഥലത്തെക്കുറിച്ച്, ഒരു വസ്തുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുക അതിൻ്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ. പിന്നെ നമ്മൾ 2 എണ്ണം വെച്ച് പറയുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ 2 വസ്തുക്കൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ദാൻ വെച്ചിട്ട് പറയുന്നു. ഇറ്റ് ഈസ് കമ്പാരറ്റീവ് ഡിഗ്രി. ദിസ് ഈസ് സ്മോളർ ദാൻ ദിസ് വൺ. അപ്പോൾ സ്മോളർ ദാൻ. അപ്പോൾ നമ്മൾ ദാൻ എന്നുള്ള യൂസേജാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ദാൻ എന്നുള്ള വാക്കും കൂടി കമ്പാരറ്റീവ് ഡിഗ്രിയിൽ സാധാരണയായിട്ട് നമ്മൾ അതോടൊപ്പം തന്നെ ഒരു ദാൻ എന്നുള്ള വാക്കും കൂടി കാണാറുണ്ട് സാധാരണയായിട്ട്. ദെൻ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ, നമ്മളതിലേക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? മൂന്നാമത്തെ ബുക്കും കൂടി വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ദിസ് ബുക്ക് ഈസ് ദ സ്മോളസ്റ്റ് ബുക്ക്. എല്ലാ ബുക്കുകളെക്കാളും ഏറ്റവും ചെറുതാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ദ സ്മോളസ്റ്റ് ബുക്ക്. അപ്പോൾ ഇവിടെ ദ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മോസ്റ്റ് ഓഫൺ വി യൂസ് ദ സ്മോളസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡിഗ്രി, ഇൻ ഫ്രണ്ട് ഓഫ് ദ വേർഡ്. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് കമ്പാരിസണും കുറച്ച് നിങ്ങൾക്ക് പരിചയപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 1-2 എക്സാമ്പിളിലൂടെ നമുക്കത് ഒന്നും കൂടി ഉറപ്പിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഫസ്റ്റ് വൺ, നല്ലൊരു എക്സാമ്പിളുണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ബിരിയാണി ഈസ് എ പോപ്പുലർ ഡിഷ്. നമുക്കെല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ബിരിയാണി ഈസ് എ പോപ്പുലർ ഡിഷ്, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച പോപ്പുലർ എന്നുള്ള വാക്കാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ഡിഗ്രിയാണ്, ഫസ്റ്റ് ഡിഗ്രിയാണ് വരുന്നത്. ഇനി അതിൻ്റെ മറ്റ് ഫോംസ് എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഇനി രണ്ടാമത്തെ ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സ് ഈസ് എ ഗുഡ് ഫിലിം. എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് അല്ലേ, കുറേ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഗുഡ് ഫിലിം എന്നുള്ളതാണ്. അപ്പോൾ ഫിലിം എന്നുള്ള വാക്കിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് എന്ത്? ഗുഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവാം. ദാറ്റ് ഈസ് കമ്പാരറ്റീവ് ഡിഗ്രി. അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈസ് ടീ ബെറ്റർ ദാൻ കോഫി. നമ്മൾ പലരും ചായ ഇഷ്ടപ്പെടുന്നവരാണ്, ചിലർ കോഫി ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ, പല അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത്
ഈസ് ടീ ബെറ്റർ ദാൻ കോഫി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബെറ്റർ ദാൻ ഇതിനേക്കാളും നല്ലതാണോ എന്നുള്ള ആ ഒരു അർത്ഥം വരാനാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ഏത് ഡിഗ്രി ആയിരുന്നു? കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ അതൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക. കമ്പാരറ്റീവ് ഡിഗ്രി വരുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി വി യൂസ് ദാൻ അലോങ് വിത്ത് ദ ഡിഗ്രി, അലോങ് വിത്ത് ദ അഡ്ജക്റ്റീവ്. ഓക്കെ. ഇനി രണ്ടാമത് പറയുന്ന സെൻറ്റൻസ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു കഥയിലെ 2 ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് റാബിറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ടോർട്ടസ്. ആമയുടെയും മുയലിനെയും കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ നമുക്കറിയാം റാബിറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ടോർട്ടസ്. എന്നിട്ട് അവസാനം എന്താണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഫാസ്റ്റർ ദാൻ. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ദാൻ എന്നുള്ള വാക്ക്, അതായത് ഫാസ്റ്റർ ദാൻ, കമ്പാരറ്റീവ് ഡിഗ്രി ആകുമ്പോൾ ഫാസ്റ്റർ പ്ലസ് ദാൻ എന്നുള്ളത് യൂസേജ് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി തേർഡ് ടൈപ്പാണ്, ദാറ്റ് ഈസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഏറ്റവും ഹയസ്റ്റ് നിൽക്കുന്ന ഡിഗ്രിയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഹിബ സെയ്സ് മെസ്സി ഈസ് ദ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ. ഹിബ സെയ്സ് മെസ്സി ഈസ് ദ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ. അപ്പോൾ ഇവിടെ പറയുന്നത് ഹിബയുടെ അഭിപ്രായത്തിലാണ്. ഹിബ ഈസ് എ ഫാൻ ഓഫ് മെസ്സി. അപ്പോൾ ദ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ പോയിൻ്റ്. അപ്പോൾ ദ ബെസ്റ്റ്, അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആകുമ്പോൾ ദ എന്നുള്ള വാക്ക് ചേർക്കുന്നു പ്ലസ് മൂന്നാമത്തെ ഡിഗ്രിയോടൊപ്പം, അതായത് ദ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കാം. SP ബാലസുബ്രഹ്മണ്യം ഹാസ് സങ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സോങ്സ്. അതെ, നമുക്കറിയാം അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ SP ബാലസുബ്രഹ്മണ്യം ഹാസ് സങ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സോങ്സ്. ദ ഹയസ്റ്റ് നമ്പർ. അപ്പോൾ ഇവിടെയും 2 സെൻറ്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ എന്നുള്ള ഒരു വാക്കിൻ്റെ ഉപയോഗം അലോങ് വിത്ത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതൊരു വിഷ്വലിലൂടെ നോക്കാം. അപ്പോൾ ഇവിടെ ജെറി ഈസ് സ്മോൾ അല്ലേ? അമംഗ് ദ 3 ജെറി ഈസ് സ്മോൾ. ദെൻ അപ്പോൾ അത് എന്താണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. ഇനി നമ്മൾ ടോമിനെയും ജെറിയും കൂടി പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ജെറി ഈസ് സ്മോളർ ദാൻ ടോം. അപ്പോൾ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഡിഗ്രി, ദാറ്റ് ഈസ് ദ കമ്പാരറ്റീവ് ഡിഗ്രി. ഇനി 3 പേരെയും കൂടി കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? ജെറി ഈസ് ദ സ്മോളസ്റ്റ് അമംഗ് ദ 3. അപ്പോൾ ദാറ്റ് ഈസ് ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ അത് ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ സാധാരണയായിട്ട് നമ്മളെങ്ങനെയാണ് ഒരു പോസിറ്റീവ് ഡിഗ്രിയെ കമ്പാരറ്റീവ് ഡിഗ്രി ആയിട്ടും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ടും മാറ്റുന്നതെന്നുള്ളത് നമുക്കൊരു കുറച്ച് എക്സാമ്പിളിലൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ ഹാപ്പി എന്നുള്ള വാക്ക്, ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. ദെൻ പ്രിറ്റി, പ്രിറ്റിയർ, പ്രിറ്റിയസ്റ്റ്. ഈ വാക്കുകളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രിറ്റി എന്നുള്ള ഫസ്റ്റ് വാക്ക് ദെൻ ER എന്നുള്ളതാണ് ചേർക്കുന്നത്. നെക്സ്റ്റ് വേർഡിൽ ER ചേർക്കുന്നു. ദെൻ EST, തേർഡ് ഫോമിൽ EST ചേർക്കുന്നു. അപ്പോൾ ഒരുപാട് വാക്കുകൾക്ക് നമ്മൾ കമ്പാരറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ആക്കി മാറ്റാൻ വേണ്ടി ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാണ് ചെയ്ത്. ER ചേർക്കുന്നു, EST ചേർക്കുന്നു. ഫാറ്റ്, ഫാറ്റർ, ഫാറ്റസ്റ്റ്. ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് എല്ലാവരും പരിചയപ്പെടുക. ഇനി ഇത് കൂടാതെ മറ്റു ചില വാക്കുകളിൽ നമ്മൾ കമ്പാരറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഒക്കെ ഫോം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മോർ അല്ലെങ്കിൽ മോസ്റ്റ് എന്നുള്ള ഈ വാക്കുകൾ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ദ വേർഡ് ബ്യൂട്ടിഫുൾ, അതിൻ്റെ ഒപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആഡ് മോർ ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതുപോലെ വരുന്നതാണ് ഫേമസ്, മോർ ഫേമസ്, മോസ്റ്റ് ഫേമസ്. യൂസ്ഫുൾ, മോർ യൂസ്ഫുൾ, മോസ്റ്റ് യൂസ്ഫുൾ. അപ്പോൾ കുറേ വാക്കുകൾക്ക് നമ്മൾ കമ്പാരറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഫോം ചെയ്യുന്ന മോർ എന്നും മോസ്റ്റ് എന്നുള്ള വാക്കുകൾ അതിൻ്റെ മുന്നിൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് അനദർ വേ ഓഫ് ഫോമിങ് ദ ഡിഗ്രീസ്. ഇപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഫോമിങ് ദ ഡിഗ്രീസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു തരമാണ്, അത് ഇറഗുലർ ഫോമേഷനാണ് ഇനി അടുത്ത് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ സാധാരണ ഈ റൂളിനൊക്കെ അപ്പുറത്തേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ
എക്സെപ്ഷനലി നമ്മൾ എങ്ങനെയാണ് ചില വാക്കുകൾക്ക് കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. അപ്പോൾ എല്ലാ വാക്കുകളും തറവായിട്ട് പഠിച്ചു വയ്ക്കുക. ഓരോന്നിൻ്റെയും ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും അതർ ഫോംസ് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ തരുന്നുണ്ട്, അതിൽ നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സെപ്ഷൻസിനോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. ദിസ് ഈസ് ആൾസോ അനദർ എക്സെപ്ഷൻ. ഫോർ എക്സാമ്പിൾ ചില വാക്കുകളിലപ്പോൾ നമ്മൾ ദാൻ എന്നുള്ളതിന് പകരം കമ്പാരിറ്റീവ് ഫോമിൽ ദാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞില്ലേ, ദാനിന് പകരം ടു ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ ഏതൊക്കെയെന്നുള്ളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഒരു വാക്ക് പ്രിഫറാണ്. അപ്പോൾ ഐ പ്രിഫർ കോഫി ടു ടീ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ടു ആണ് വരുന്നത്, പകരം ദാനിന് പകരം ടു. അപ്പോൾ അത്തരം വാക്കുകളാണ് പ്രിഫർ, സീനിയർ, ജൂനിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ഇത്തരം വാക്കുകൾ, ഈ വാക്കുകളിലൊക്കെ ഒപ്പം നമ്മൾ ടു ആണ് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ദാൻ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിച്ചു. അപ്പോൾ അതിൻ്റെ റൂൾസും അതിൻ്റെ എക്സെപ്ഷൻസൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ ഇനി കൂടുതൽ വേർഡ്സ് ഇത്തരം വേർഡ്സ് നിങ്ങൾ കണ്ടെത്തി അത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളെ കോൺവെർസേഷൻസിലൊക്കെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇനി ഞാൻ ഇതോടൊപ്പം കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്, മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു.